Good morning. ഇന്നത്തെ ക്ലാസ് റിസീവർ ഓപ്പറേറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക് കർവ് ആണ്. ഓക്കെ, റിസീവർ ഓപ്പറേറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക് കർവ് ഇത് പെർഫോമൻസ് കാണിക്കാനായിട്ടുള്ള ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ആണ്. ഇതുവരെ നമ്മൾ പഠിച്ച എല്ലാ ഫോർമുലാസും ഈ പർട്ടിക്കുലർ ക്ലാസ്സിൽ നിങ്ങൾ ഓർത്തിരിക്കണം. അതിന്റെ കൂട്ടത്തിൽ ഐ എം ഗോയിങ് ടു ടീച്ച് യു ഹൗ ഈ കർവ് എങ്ങനെയാണ് നമ്മൾ പ്ലോട്ട് ചെയ്ത് എങ്ങനെയാണ് പെർഫോമൻസ് ആ പ്ലോട്ടിൽ നിന്നും നമുക്ക് അസസ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ് ഇവിടെ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, നൗ വാട്ട് ഈസ് ദി ROC കർവ്? ഈ ROC കർവ് എന്ന് പറയുന്നത് വേൾഡ് വാർ 2 ബാറ്റിൽ ഫീൽഡ്സിൽ എന്തെങ്കിലും എനിമി ഓബ്ജക്ട്സ് ഉണ്ടോന്ന് റഡാർ എഞ്ചിനീയറിങ്ങിനും ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ്ങിനും വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്ത ഒരു മെത്തേഡാണ് ഇത്. ഇപ്പം നമ്മൾ വാറിലൊന്നും അല്ലാത്തത് കാരണം ഇപ്പം നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത് അതിന്റെ ഒരു മോഡിഫിക്കേഷൻ ആണ്. ആ മോഡിഫിക്കേഷൻ മെഷീൻ ലേണിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഡേറ്റ മൈനിങ്ങിനും ഒക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. Okay, now ഇതിന് ആവശ്യമുള്ളത്, now we have already learned what is true positive, what is false positive, what is true negative and what is false negative. ഈ values വെച്ചിട്ട് we have to calculate two other values, true positive rate and false positive rate. Okay, അതിന്റെ ഫോർമുല എന്ന് പറയാം ട്രൂ പോസിറ്റീവ് റേറ്റിന്റെ ഫോർമുലയാണ് ട്രൂ പോസിറ്റീവ് ഡിവൈഡഡ് ബൈ ട്രൂ പോസിറ്റീവ് പ്ലസ് ഫോൾസ് നെഗറ്റീവ്. അപ്പൊ എന്തോ ശരിക്കും ഇവിടെ സംഭവിക്കുന്നത്, എത്രയാണ് കറക്റ്റ് ആയിട്ട് പോസിറ്റീവ് കറക്റ്റ്ലി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്, എത്ര ശതമാനം ഉണ്ട്, അല്ലെങ്കിൽ എത്ര ഫ്രാക്ഷൻ ഓഫ് പോസിറ്റീവ് എക്സാമ്പിൾസ് കറക്റ്റ്ലി ക്ലാസിഫൈഡ് ആണ് ഇവിടെ നോക്കുന്നത്. ഓക്കെ, സോ ട്രൂ പോസിറ്റീവ്സ് മാത്രമാണ് നമ്മുടെ കറക്റ്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് പോസിറ്റീവ് ആയിട്ട്. പക്ഷെ ആക്ച്വലി പോസിറ്റീവ് ഏതൊക്കെയാ? ട്രൂ പോസിറ്റീവും ആണ്, ഫോൾസ് ആയിട്ട് നെഗറ്റീവ് ക്ലാസിഫിക്കേഷനും ആക്ച്വലി പോസിറ്റീവ് ആണ്. അതുകൊണ്ടാണ് ട്രൂ പോസിറ്റീവ് ഡിവൈഡഡ് ബൈ ട്രൂ പോസിറ്റീവ് പ്ലസ് ഫോൾസ് നെഗറ്റീവ്. ഓക്കെ, നൗ വാട്ട് ഇസ് ട്രൂ പോസിറ്റീവ് ഡിവൈഡഡ് ബൈ ട്രൂ പോസിറ്റീവ് പ്ലസ് ഫോൾസ് നെഗറ്റീവ്? കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടായിരുന്നു. സെൻസിറ്റിവിറ്റി ഇസ് ദ സെയിം ആസ് ട്രൂ പോസിറ്റീവ് റേറ്റ്. ഓക്കെ, നൗ ഫോൾസ് ട്രൂ പോസിറ്റീവ് റേറ്റ് കണ്ടുപിടിക്കുന്നത് പോലെ തന്നെ ഫോൾസ് പോസിറ്റീവ് റേറ്റും കണ്ടുപിടിക്കണം. സോ ആക്ച്വലി ഫോൾസ് പോസിറ്റീവ് ആയിട്ടുള്ളതും ടോട്ടൽ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും നമ്മൾ എടുക്കുന്നതിനാണ് ഫോൾസ് പോസിറ്റീവ് റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ എത്ര നെഗറ്റീവ് എക്സാമ്പിൾസ് ഇൻകറക്റ്റ്ലി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ പോസിറ്റീവ് ആണെന്ന് പറഞ്ഞു, നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എത്ര എണ്ണം പോസിറ്റീവ് ആണെന്ന് പറഞ്ഞു ഔട്ട് ഓഫ് ഓൾ ദി നെഗറ്റീവ്സ്. ഓക്കെ, സോ ദാറ്റ് ഇസ് ഫോൾസ് പോസിറ്റീവ്, അത് ആക്ച്വലി നെഗറ്റീവ് ആണ്, ഫോൾസ്ലി പോസിറ്റീവ് ആണ്, ഡിവൈഡഡ് ബൈ ഫോൾസ് പോസിറ്റീവ് പ്ലസ് ട്രൂ നെഗറ്റീവ്. അതാണ് ഫോൾസ് പോസിറ്റീവ് റേറ്റ്. Now that will be equal to 1 minus specificity. സ്പെസിഫിസിറ്റി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. സ്പെസിഫിസിറ്റി 1 മൈനസ് സ്പെസിഫിസിറ്റി ആണ് ഫോൾസ് പോസിറ്റീവ് റേറ്റ്. ആദ്യത്തെ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ROC കർവ് വരയ്ക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ട്രൂ പോസിറ്റീവ് റേറ്റും ഫോൾസ് പോസിറ്റീവ് റേറ്റും കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഒരു ക്ലാസിഫയർ മാത്രമേ ഉള്ളെങ്കിൽ, ദാറ്റ് ഈസ് ഒരു ഡേറ്റാ സെറ്റ് എടുത്തിട്ട് ഒറ്റ പ്രാവശ്യം മാത്രമേ ഞാൻ ആ ട്രെയിനിങ് അൽഗോരിതം റൺ ചെയ്തിട്ടുള്ളെങ്കിൽ എനിക്ക് ഒരു ട്രൂ പോസിറ്റീവ് റേറ്റും ഒരു ഫോൾസ് പോസിറ്റീവ് റേറ്റുമേ കിട്ടത്തുള്ളൂ. പക്ഷെ നമ്മൾ ഈ ക്രോസ് വാലിഡേഷനും പല പ്രാവശ്യം ഹോൾഡ് മെത്തേഡും അങ്ങനെ പല പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ വാലിഡേഷൻ ചെയ്യുമ്പം നമ്മൾ ഈ പാരാമീറ്റേഴ്സിനെ ചെറുതായിട്ട് മാറ്റിയിട്ടാണ് ഈ അൽഗോരിതത്തിനെ റൺ ചെയ്യുന്നത്. ആ കേസിൽ we will get more than one classifiers and every classifier will have a true positive rate and a false positive rate. ഒന്നിലധികം പ്രാവശ്യം നമ്മൾ ഈ ട്രെയിനിങ് നടത്തിയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ROC കർവ് വരയ്ക്കാനായിട്ട് പറ്റത്തുള്ളൂ. അല്ലാതെ ഒറ്റ പ്രാവശ്യം നടത്തിയിട്ട് അതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ നോട്ട് ഗിവ് യു എനി കർവ് തരത്തില്ല. 2-3 പോയിന്റ് ഉണ്ടെങ്കിലല്ലേ നമുക്ക് കർവ് വരയ്ക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, സോ റിമെമ്പർ ദാറ്റ്. നൗ ROC സ്പേസ്. എന്താണ് ROC സ്പേസ്? Now I'm going to show you an example of ROC first. ഇതാണ് നമ്മുടെ ROC സ്പേസ് എന്ന് പറയുന്നത്. Okay, so false positive rate x ആക്സിസിലും ട്രൂ പോസിറ്റീവ് റേറ്റ് y ആക്സിസിലും, and if you can see the values are between 0 and 1. Okay, so 0.1, 0.2, 0.3, 0.4, 0.5, 0.6, 0.7, 0.8, 0.9, 1. Okay, അതുപോലെ തന്നെ y ആക്സിസിലും. Okay, I'm coming to all these things. ഇനി ഒരു കർവ് ഞാൻ എക്സാമ്പിൾ ആയിട്ട് ഇതാണ് ഒരു ROC കർവ്. A എന്ന് പറയുന്ന ഒരു ROC കർവ് ആണ്, B എന്ന് പറയുന്ന ഒരു ROC കർവ് ആണ്, C എന്ന് പറയുന്ന ഒരു ROC
കർവ് ആണ്. ഓക്കെ, പല പോയിന്റ് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഇതിനെ കർവ് വരയ്ക്കാനായിട്ട് പറ്റത്തുള്ളൂ. സോ ഇത് മനസ്സിലുണ്ടാവണം ഞാൻ ഇപ്പൊ പഠിപ്പിക്കുന്ന ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകാനായിട്ട്. വാട്ട് ഈസ് ദി ROC സ്പേസ്? Plot values of false positive rate along the x-axis and true positive rate along the y-axis. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോ പോയിന്റുകളാണ് ചെയ്യേണ്ടത്. അപ്പൊ ഓരോ ക്ലാസിഫയറിനും ഒരു യുണീക്ക് false positive റേറ്റും ട്രൂ പോസിറ്റീവ് റേറ്റും ആ പർട്ടിക്കുലർ സെറ്റ് ഓഫ് ട്രെയിനിങ് വാല്യൂസ് ഡേറ്റ സെറ്റിന് ട്രെയിനിങ് ഡേറ്റ സെറ്റിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവും. ആ പോയിന്റിനെയാണ് നമ്മൾ അവിടെ ഒരു പോയിന്റ് ആയിട്ട് പ്ലോട്ട് ചെയ്യുന്നത്. പല ക്ലാസിഫയേഴ്സ് ചെയ്യുമ്പോൾ എനിക്ക് കുറെ പോയിന്റ്സ് ഉണ്ടാവും ഈ FPR TPR വാല്യൂസ്. ഓക്കെ, അതിനെല്ലാം ഞാൻ പ്ലോട്ട് ചെയ്യും. The ROC space is the plane corresponding to FPR TPR. അപ്പൊ ആ 2-dimensional space ആണ് ROC space എന്ന് പറയുന്നത്. Each prediction result or instance of a confusion matrix represents one point in the ROC space. അപ്പൊ ഞാൻ ഒരു പ്രാവശ്യം ഡേറ്റ പാസ് ചെയ്ത് ഒരു ക്ലാസിഫയറിനെ ലേൺ ചെയ്യിപ്പിച്ച് കഴിഞ്ഞിട്ട് എനിക്ക് കൺഫ്യൂഷൻ മെട്രിക്സിന്റെ അകത്ത് ട്രൂ പോസിറ്റീവ് ഫോൾസ് പോസിറ്റീവ് ട്രൂ നെഗറ്റീവ് ഫോൾസ് നെഗറ്റീവ് കിട്ടും. ഈ കൺഫ്യൂഷൻ മെട്രിക്സിന്റെ വാല്യൂസ് വെച്ചിട്ടാണ് ഞാൻ FPRും TPRും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതും കൊണ്ട് എനിക്ക് ഒരു ക്ലാസിഫയറിൽ നിന്നും ഒരു പോയിന്റ് ആണ് കിട്ടുന്നത്. ഓക്കെ, ആൻഡ് ദാറ്റ് പോയിന്റ് ഇൻഡിക്കേറ്റ്സ് ദ പെർഫോമൻസ് ഓഫ് ദാറ്റ് ക്ലാസിഫയർ. പല പ്രാവശ്യം ട്രെയിൻ ചെയ്തിട്ടുള്ളപ്പം എനിക്ക് മനസ്സിലാകുന്നത് ആ സെയിം ക്ലാസിഫയറിനെ ലേൺ ചെയ്യാനായിട്ട് ഞാൻ കുറെ പ്രാവശ്യം ഡേറ്റ പല രീതിയിൽ കൊടുത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓരോ പ്രാവശ്യം ഞാൻ ട്രെയിൻ ചെയ്യിപ്പിക്കും വേറെ വേറെ കിട്ടും. അപ്പൊ ഫൈനൽ മോഡലിന്റെ പെർഫോമൻസ് എനിക്ക് ലേൺ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നൗ ദീസ് ആർ സ്പെഷ്യൽ പോയിന്റ്സ്. നൗ ഇവിടെ ഇതിൽ നോക്ക്. ഓക്കെ, നൗ ഈ പോയിന്റ് 0 0 0 0 എന്ന് വെച്ചാൽ എന്നാ? ഫോൾസ് പോസിറ്റീവ് റേറ്റ് 0 ആണ് എന്ന് വെച്ചാൽ ഫോൾസ് ആയിട്ട് പോസിറ്റീവിനെ ഒന്നിനെയും ഫോൾസ് പോസിറ്റീവ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടില്ല. ട്രൂ പോസിറ്റീവ് റേറ്റും 0 ആണ്. അതിന്റെ അർത്ഥം എന്താ? പോസിറ്റീവേ ഇല്ല. നമ്മുടെ മോഡല് പോസിറ്റീവേ തന്നിട്ടില്ല. ഇറ്റ് ഇസ് ഓൾവേസ് പ്രെഡിക്റ്റിംഗ് നെഗറ്റീവ്. അതുകൊണ്ടാണല്ലോ ഫോൾസ് പോസിറ്റീവും ഇല്ല ട്രൂ പോസിറ്റീവും ഇല്ല എന്ന് പറയുമ്പോൾ എന്തുവാ അതിന്റെ അർത്ഥം? നെഗറ്റീവ് മാത്രമേ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളൂ എന്നാണ് അർത്ഥം. സോ ഈ 0 0 പോയിന്റ് എന്ന് പറയുന്നത് ഓൾവേസ് നെഗറ്റീവ് പ്രഡിക്ഷൻ ആണ്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് 1 1 പ്രഡിക്ഷൻ. എന്ന് വെച്ചാല് എല്ലാ പോയിന്റും is giving false positive റേറ്റും 1 ആണ്, ട്രൂ പോസിറ്റീവ് റേറ്റും 1 ആണ്. അതിന്റെ അർത്ഥം എന്തുവാ? എല്ലാ സംഭവത്തിനെയും പോസിറ്റീവ് മാത്രമേ പ്രെഡിക്റ്റ് ചെയ്തിട്ടുള്ളൂ, നെഗറ്റീവേ ഇല്ല എന്നാണല്ലോ അർത്ഥം വരുന്നത്. Consider if false positive is also the highest value 1 and true positive is also the highest value 1, അതിന്റെ അർത്ഥം നെഗറ്റീവേ ഇല്ലാന്ന്, എല്ലാം പോസിറ്റീവ് ആണെന്നാണ് നമ്മുടെ മോഡൽ പറഞ്ഞിരിക്കുന്നത്. ഇത് രണ്ടും തെറ്റായിരിക്കുമല്ലോ. 0 0യും തെറ്റായിരിക്കും, 1 1ഉം തെറ്റായിരിക്കും. അൺലെസ് മൈ ഡേറ്റ സെറ്റ് ഇസ് വെരി സ്ക്യൂഡ് ദാറ്റ് അതിൻ്റെ അകത്ത് നെഗറ്റീവ് വാല്യൂസേ ഇല്ല, അല്ല അതിൻ്റെ അകത്ത് പോസിറ്റീവ് വാല്യൂസേ ഇല്ല. അങ്ങനെ ചെയ്താൽ ഒരിക്കലും ലേൺ ചെയ്യാനും പറ്റത്തില്ല. ഓക്കെ, സോ 0 0 എന്ന് പറയുന്നത് ഓൾവേസ് നെഗറ്റീവ് പ്രഡിക്ഷൻ ആണ്. 1 1 എന്ന് പറയുന്നത് ഓൾവേസ് പോസിറ്റീവ് പ്രഡിക്ഷൻ ആണ്. ഓക്കെ, നൗ 0 1 എന്ന് പറയുന്നതാണ് മൂന്നാമത്തെ സ്പെഷ്യൽ പോയിന്റ് എന്ന് പറയുന്നത്. 0 1. അപ്പൊ 0 എന്തുവാ? എക്സ് ആക്സസ് ആണ് 0. എക്സ് ആക്സസ് 0 ആണെങ്കിൽ ഫോൾസ് പോസിറ്റീവ് റേറ്റ് ആണ് 0. അതിന്റെ അർത്ഥം ഫോൾസ് ആയിട്ട് ഒന്നിനെയും പോസിറ്റീവ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടില്ല. ഓക്കെ, പോസിറ്റീവ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതെല്ലാം ട്രൂ പോസിറ്റീവ്സ് മാത്രമാണ്. ട്രൂ പോസിറ്റീവ്സ് 1 ആണ്. എല്ലാ ട്രൂ പോസിറ്റീവ്സിനെയും കറക്റ്റ് ആയിട്ട് ട്രൂ പോസിറ്റീവ് ആയിട്ടും എല്ലാ ഫോൾസ് ആയിട്ട് നെഗറ്റീവ് ആയിട്ടുള്ളതിനെ കറക്റ്റ് ആയിട്ട് നെഗറ്റീവ് ആയിട്ടും ക്ലാസിഫൈ ചെയ്തു എന്നാണല്ലോ അതിന്റെ അർത്ഥം വരുന്നത്. ഫോൾസ് പോസിറ്റീവ്സ് 0 ആണെങ്കിൽ പോസിറ്റീവ് അല്ലാത്തത് ഒന്നിനെയും പോസിറ്റീവ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടില്ല. Okay, there are no false negatives. True positive rate 1 ആണെന്ന് പറയുമ്പോൾ ട്രൂലി പോസിറ്റീവ് ആയിട്ടുള്ളത് അല്ലാത്തത് ഒന്നിനെയും പോസിറ്റീവ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടില്ല. അതിന്റെ അർത്ഥം there are no false positives. So there are no false positives and there are no false positive. നെഗറ്റീവ്സിനെ കുറിച്ച് നമ്മൾ ഇവിടെ പറയുന്നില്ലല്ലോ, പോസിറ്റീവേ വെച്ചിട്ടാണ് നമ്മൾ ഈ
ചെയ്യുന്നത്. സോ ഇറ്റ് ഇസ് ദ പെർഫെക്റ്റ് പ്രിഡിക്ഷൻ. എനിക്ക് പോസിറ്റീവിനെയാണ് കറക്റ്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യേണ്ടതെങ്കിൽ പെർഫെക്റ്റ് പ്രിഡിക്ഷൻ ആണ് 0.01 എന്ന് പറയുന്നത്. Now, if I have got a point anywhere on the diagonal, okay, ഈ ഡയഗണൽ ആണല്ലോ 0, 0, 1, 1 ജോയിൻ ചെയ്യുന്ന ഈ ഡോട്ടഡ് ലൈൻ ആണ് ഡയഗണൽ. ഈ ഡയഗണലിലുള്ള ഏതെങ്കിലും ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50% ആക്യുറസിയാണ്. ഓക്കെ, സോ ഇറ്റ്സ് എ റാൻഡം പ്രഡിക്ഷൻ. ചുമ്മാ അങ്ങ് പോസിറ്റീവ് ആയിട്ട് പറയുന്നു, അല്ലെങ്കിൽ ചുമ്മാ അങ്ങ് നെഗറ്റീവ് ആയിട്ട് പറയുന്നു. ഓക്കെ, അത് ഇസ് മീൻ ഒന്നും ചെയ്യുന്നില്ല എന്നർത്ഥം. ഞാൻ ചുമ്മാ കറക്കി കുത്തുക എന്ന് പറയുന്നതാണ്. ഈ ഡയഗണലിലാണ് എന്റെ FPR TPR പോയിന്റ് എങ്കിൽ അതിന്റെ അർത്ഥം മോഡൽ ലേണേ ചെയ്തിട്ടില്ല, ചുമ്മാ കറക്കി കുത്തുക. ഓക്കെ, സോ ഇത്രയും മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലെറ്റ്സ് ജസ്റ്റ് ലുക്ക് അറ്റ് ദിസ് special points in ROC space. 0, 0 always negative prediction. If this point is in the ROC space, then the classifier makes no positive predictions. So there is no false positive or true positive. 1, 1 anangi always positive. So there are no negative predictions. There are no FN or TN, false negative or true negative. 0, 1. There are no false predictions at all. False positive illa, false negative illa, perfect prediction. Correct ആയിട്ടുള്ളത് correct എന്നും wrong ആയിട്ടുള്ളത് wrong എന്നുമാണ് predict ചെയ്തിരിക്കുന്നത്. ഇനി ഡയഗണലിലുള്ള ഏതേലും സ്പേസ്, ഏതേലും പോയിന്റ് എന്ന് പറയുന്ന ആ പർട്ടിക്കുലർ മോഡൽ ലേണേ ചെയ്തിട്ടില്ല, റാൻഡം പ്രഡിക്ഷൻ ആണ് എന്നാണ് ഡയഗണലിലാണ് വരുന്നതെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. Okay, this is about the ROC space. Now we are going to do ROC curve. When classifiers depend on parameters, ഓർത്തോണം ഓരോ പ്രാവശ്യം ലേൺ ചെയ്യുമ്പം പഴയ ഡേറ്റ വെച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് ആദ്യം നമ്മൾ ചെക്ക് ചെയ്യും ട്രൂ പോസിറ്റീവ് റേറ്റും ഫോൾസ് പോസിറ്റീവ് റേറ്റും. അത് കുറവാണെന്നുണ്ടെങ്കിൽ പാരാമീറ്റേഴ്സ്, സ്പെഷ്യൽ പാരാമീറ്റേഴ്സ് ഉണ്ട്. ആ ഹൈപ്പർ പാരാമീറ്റേഴ്സ് എന്നാണ് അതിന്റെ പേര്. വെയ്റ്റ്സ് കൊടുത്ത് ആണ് നമ്മൾ ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്, ബയസ് കൊടുത്താണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ആ ഹൈപ്പർ പാരാമീറ്റേഴ്സിനെ നമ്മൾ വേരി ചെയ്യിപ്പിക്കും. ചെറിയ വേരിയേഷൻ കൊടുക്കുമ്പോൾ തന്നെ ഈ TPRും FPRും ഇംപ്രൂവ് ചെയ്യേണ്ട രീതിയിലാണ് നമ്മൾ എറർ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് പാരാമീറ്റേഴ്സിനെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. സോ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താണ് മോഡലിനെ ചെറുതായിട്ട് ഫൈൻ ട്യൂൺ ചെയ്യുന്നത്. ഓക്കെ, ഈ ഓരോ പ്രാവശ്യം ഫൈൻ ട്യൂൺ ചെയ്യുമ്പോഴും ഞാൻ ഡേറ്റ ഇട്ട് നോക്കും, TPRും FPRും കാൽക്കുലേറ്റ് ചെയ്യും, ബെറ്റർ ആയോ അതോ വേഴ്സ് ആയോ എന്ന് ചെക്ക് ചെയ്യും. ബെറ്റർ ആവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതുപോലെ തന്നെ പിന്നെയും ഒന്ന് ട്യൂൺ ചെയ്യും. അങ്ങനെ മാക്സിമം പോകാൻ പറ്റുന്ന, ബെറ്റർ ആക്കാൻ പറ്റുന്നത് ഞാൻ ആക്കിക്കൊണ്ടിരിക്കും. ഇനി കുറവാണ് വരുന്നത് ഒരു പർട്ടിക്കുലർ സ്റ്റെപ്പ് കഴിഞ്ഞെങ്കിൽ ഞാൻ ആ പോയിന്റ് വെച്ചിട്ട് നിർത്തും. പഴയതാണ് ബെറ്റർ എങ്കിൽ ആ പഴയത് വെച്ചിട്ട് ഞാൻ നിർത്തും. അങ്ങനെ ഓരോ ക്ലാസിഫയറിനും വേറെ വേറെ മെത്തേഡ്സ് ആണ്. ഞാനിപ്പോ ജനറൽ ആയിട്ടാ പറഞ്ഞത്. പാരാമീറ്റേഴ്സിനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ക്ലാസിഫയേഴ്സിനെ നമ്മൾ ലേൺ ചെയ്യിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ബെറ്റർ ആക്കുന്നത്, പെർഫോമൻസ് ബെറ്റർ ആക്കുന്നത്. ഓക്കെ, ROC കർവ് എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്? ഓരോ പ്രാവശ്യം നമ്മൾ ഈ ഡേറ്റ ഇൻപുട്ട് ആയിട്ട് കൊടുത്തു കഴിയുമ്പോഴത്തേനും നമ്മൾ കൺഫ്യൂഷൻ മെട്രിക്സ് ക്രിയേറ്റ് ചെയ്യുന്നു. കൺഫ്യൂഷൻ മെട്രിക്സിൽ നിന്ന് FPR TPR കാൽക്കുലേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ആ പോയിന്റ് പ്ലോട്ട് ചെയ്യുന്നു. പല ക്ലാസിഫയേഴ്സ് ഉള്ളപ്പോൾ നമുക്ക് കുറെ പോയിന്റുകൾ കിട്ടും. അത് വെച്ചിട്ട് നമ്മൾ കർവ് വരയ്ക്കുന്നു. ഓക്കെ, നൗ ഇവിടെ 0, 1 ആണ് പെർഫെക്റ്റ് പ്രെഡിക്ഷൻ എന്ന് നമ്മൾ കണ്ടു. അപ്പൊ ഈ കർവ് എത്രത്തോളം 0, 1ലേക്ക് ചെല്ലുന്നോ, ക്ലോസർ ആയിട്ട് ചെല്ലുന്നോ, അത്രത്തോളം പെർഫോമൻസ് ആക്യുറസി കൂടും. സോ ഈ പർട്ടിക്കുലർ കേസിൽ നമുക്ക് എയും ബിയും സിയും 3 കർവ് ഉണ്ട്. ഓക്കെ, അപ്പൊ 3 ക്ലാസിഫയേഴ്സിനെ ലേൺ ചെയ്യിപ്പിച്ചിരിക്കുന്നതാണ് ആ കാണിക്കുന്നത്. അപ്പൊ 3 ക്ലാസിഫയേഴ്സിനെ ലേൺ ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഈ 3 എണ്ണത്തിൽ എയും ബിയും സിയിൽ നിന്നും ഏതാണ് ബെറ്റർ, ഏതാണ് ഏറ്റവും ക്ലോസസ്റ്റ് ടു 0, 1, ദ പെർഫെക്റ്റ് പ്രഡിക്ഷൻ. ക്ലോസസ്റ്റ് എന്ന് പറയുന്നത് എ ഒത്തിരി ദൂരെ, ഇറ്റ് ഇസ് ക്ലോസർ ടു 50% ആക്യുറസി എന്ന് വെച്ചാൽ റാൻഡം പ്രഡിക്ഷനിലോട്ടാണ് ക്ലോസർ ആയിട്ട് വരുന്നത്. സി ആണ് ഏറ്റവും ക്ലോസ് ആയിട്ട് വരുന്നത് ടു 0, 1. Okay, so 0, 1 has got the best accuracy. Okay, ഇനി നമുക്കൊരു എക്സാമ്പിൾ കാണാം. Data shows real data for 100 patients and 200 normal people. Okay, അപ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ ഉള്ള പേഷ്യൻസിന്റെ ടെസ്റ്റ് ചെയ്തിട്ട് പേഷ്യൻസിന്റെ ഡീറ്റെയിൽസ് ആണ് ഇതിൻ്റെ അകത്ത് കാണിക്കുന്നത്. അതില് അസുഖമുള്ളവരും ഉണ്ട്, അസുഖം ഇല്ലാത്തവരും ഉണ്ട്. ഇത് എല്ലാത്തിന്റെയും കൂടെ ചേർത്താണ് നമ്മൾ ഓരോ പ്രാവശ്യം ലേൺ ചെയ്യിപ്പിക്കുന്നത്. സോ ഫോൾസും ട്രൂവും ആയിട്ടുള്ള കേസസ് ഉണ്ട്. ഓക്കെ, നൗ അതിന്റെ BMI ആണ്
കട്ട് ഓഫ് ആയിട്ട് നമ്മൾ ഇവിടെ വെച്ചിരിക്കുന്നത്. ഓക്കെ, സോ ആ BMI ശരിക്കും വാല്യൂസ് നമുക്ക് ആവശ്യമില്ല. BMI വാല്യൂസ് ഇല്ലാതെയും നമുക്ക് ഈ ട്രൂ പോസിറ്റീവ്, ഫോൾസ് നെഗറ്റീവും ട്രൂ നെഗറ്റീവും ഉണ്ടെങ്കിൽ നമുക്ക് TPRഉം FPRഉം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഈ പർട്ടിക്കുലർ കേസിൽ വെയിറ്റെ ബേസ് ചെയ്തിട്ടാണ് ഈ അസുഖം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് കണ്ടുപിടിക്കുന്നത്. ആൻഡ് ഈ ഡേറ്റ നമുക്ക് തന്നിട്ടുള്ളതാണ്. നമ്മൾ ആക്ച്വലി മോഡൽ ലേൺ ചെയ്യിപ്പിക്കുകയോ ഡേറ്റ കൊടുക്കുകയോ ഒന്നും ചെയ്യുന്നില്ലാത്തത് കാരണം നമുക്ക് ഈ ഡേറ്റ തന്നിട്ടുള്ള ഡേറ്റയാണ്. ഈ ഡേറ്റയിൽ നിന്നും സിമ്പിൾ ആയി ഈ വാല്യൂസ് എല്ലാം തന്നിട്ടുണ്ട്. അപ്പൊ ഫോർമുലയ്ക്കകത്ത് നമ്മുടെ TPRന്റെ ഫോർമുലയ്ക്കകത്ത് ഈ അതാത് റോയുടെ വാല്യൂസ് ഇട്ടിട്ട് ഫൈൻഡ് TPR ആൻഡ് FPR. ഓക്കെ, സോ TPRഉം FPRഉം ആദ്യത്തെ കേസിൽ 1 ആണ്. Okay, there are only true positives. There are no true positives and false positives. Correct ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. 100 patients ഉണ്ട്, 100 ആൾക്കാരെ ട്രൂ പോസിറ്റീവ് ആയിട്ട് വെച്ചിരിക്കുന്നു. മറ്റേതിൽ 200 പേഷ്യൻസ് ഉണ്ട് ഫോൾസ് നോർമൽ ആയിട്ട്, അപ്പൊ അത് ഫോൾസ് പോസിറ്റീവ് തന്നെയാണ്, 0 0. അപ്പൊ ഈ വാല്യൂസിനനുസരിച്ച് ആദ്യം TPRഉം FPRഉം കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, സോ ദ വാല്യൂസ് ആർ ഗിവൺ ടു us, so just calculate these particular values. ഈ വാല്യൂസ് തന്നിട്ടുള്ള കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പോയിന്റ് FPR ആണ് X, TPR ആണ് Y. സോ XY പോയിന്റ്സിനെ പ്ലോട്ട് ചെയ്യാം. ഓക്കെ, അങ്ങനെ പ്ലോട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേന് ഇതാണ് നമ്മുടെ കർവ് എന്ന് പറയുന്നത്. സ്മൂത്ത് ആയിട്ട് കർവ് വേണമെങ്കിൽ വരയ്ക്കാം. ഇതാണല്ലോ വെളിയിലോട്ട് ഇറങ്ങി നിൽക്കുന്നത്, അപ്പൊ അതിലോട്ട് ജോയിൻ ചെയ്യാതെ ഇങ്ങനെ അങ്ങ് കർവ് സ്മൂത്ത് ആയിട്ട് വരയ്ക്കാം. ഈ കർവിന്റെ അടിയിലുള്ളതാണ് ഏരിയ അണ്ടർ ദ കർവ് എന്ന് പറയുന്നത്. ഏരിയ അണ്ടർ ദ കർവ് എത്രത്തോളം കൂടുന്നോ അത്രത്തോളം പെർഫോമൻസ് കൂടും. ഓക്കെ, നൗ ഈ ഒരു പോയിന്റ് ഓക്കെ, ഈ പോയിന്റ് എന്ന് പറയുന്നത് 0.3 ആണ് ഫോൾസ് പോസിറ്റീവ്, 0.65 ആണ് ട്രൂ പോസിറ്റീവ്. ഓക്കെ, 0.26 ഫോൾസ് പോസിറ്റീവ്, 0.66 ട്രൂ പോസിറ്റീവ്. അപ്പൊ അതിന്റെ BMI എന്തായിരുന്നു? 28. ഈ രീതിയിലാണ് ഇവിടെ കട്ട് ഓഫ് BMI 28, കട്ട് ഓഫ് BMI 26 എന്നൊക്കെ ഓരോ പോയിന്റിന് ഇട്ടിരിക്കുന്നത്. ദാറ്റ്സ് നോട്ട് റെലവന്റ് ഫോർ us. അവിടെ നിൽക്കട്ടെ. ഓക്കെ, ഇനി equal error rate. Equal error rate is also a performance parameter. Okay, ഈ ROC curve വരച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് കാണാനായിട്ട് നമ്മൾ ഈക്വൽ എറർ റേറ്റ് ആണ് നോക്കുന്നത്. ഈ ഈക്വൽ എറർ റേറ്റ് then it is closer to 1. Okay, 0-1 എത്ര ക്ലോസർ ആകുന്നോ അത്രത്തോളം പെർഫോമൻസ് ബെറ്റർ ആണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, സോ എങ്ങനെയാണ് ഈക്വൽ എറർ റേറ്റ് കർവിൽ നിന്നും മനസ്സിലാക്കുന്നത്? സ്റ്റാറ്റിസ്റ്റിക്കലി നമുക്ക് ഫോർമുലാസ് ഒക്കെ ഉണ്ട് ഈക്വൽ എറർ റേറ്റ് കണ്ടുപിടിക്കാനായിട്ട്. കർവിൽ നിന്നും കണ്ടുപിടിക്കാനായിട്ട് ഈ 1ഉം ദാറ്റ് ഇസ് എക്സിന്റെ 1ഉം വൈന്റെ 1ഉം കൂടെ ജോയിൻ ചെയ്യാം. ഓക്കെ, അത് ജോയിൻ ചെയ്യുമ്പോൾ നമ്മുടെ കർവിനെ ഒരു പോയിന്റിൽ കട്ട് ചെയ്യും. ആ പോയിന്റ് ആണ് നമ്മുടെ ഈക്വൽ എറർ റേറ്റിന്റെ പോയിന്റ്. സോ ഇറ്റ് ഇസ് X false positives positive rate 0.2 something, true positive rate 0.8 അടുത്തുമാണ് വന്നിരിക്കുന്നത്. So it is very close to 1. So it is good performance. Okay, comparison ഇവിടെ വേറെ വരെയൊന്നും ഇല്ലാത്ത കാരണം this is good performance. 1 ഒരുവിധമൊക്കെ അടുത്ത് ചേർന്ന് വന്നിട്ടുണ്ട്. Another way to measure the performance, area under the curve കൂടുതലാണോ, നല്ലൊരു ഏരിയ അണ്ടർ ദ കർവ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പൊ ഈ ഏരിയയും കുറച്ച് ഈ ഒരു ഹോൾ സ്പേസ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 80% ഓഫ് ദ സ്പേസ് അല്ലെങ്കിൽ 85% ഓഫ് ദ സ്പേസ് ഇസ് അണ്ടർ ദ കർവ്. ഇത്ര ഏരിയ മാത്രമേ ഉള്ളൂ കർവിന്റെ അകത്ത് വരാത്തത്. സോ ഗുഡ് പെർഫോമൻസ് എന്ന് അവിടെയും നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, now area under the curve. The value of area under the curve is a measure of the performance of a classifier. For the perfect classifier, area under the curve will be 1. എന്നുവെച്ചാൽ ഈക്വൽ എറർ റേറ്റ് 0-1 പോയിന്റിലായിരിക്കും. അപ്പൊ പെർഫെക്റ്റ് ക്ലാസിഫയർ ആണ്. ഓക്കെ, ദിസ് ഇസ് ഹൗ വി മെഷർ ദി ഏരിയ അണ്ടർ ദ കർവ്. ഇനി നിങ്ങളുടെ അസൈൻമെന്റ് ഞാൻ തരുമ്പം ഞാൻ നിങ്ങൾക്ക് ഇതുപോലെ ROC കർവ് വരയ്ക്കാനായിട്ട് തരും. ഈ ROC കർവ് വരയ്ക്കാനായിട്ട് തരുമ്പം നിങ്ങൾ എക്സാമ്പിൾ ചെയ്ത് നോക്കണം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിന്റെ അകത്ത് എക്സാമ്പിൾസ് ഉണ്ട്.
Okay, so അത് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്തു നോക്കാനായിട്ട് പറ്റും. Okay, so with this, hope you have understood the topic. If you have not understood the topic, please let me know. I will do one problem from the textbook in the next class, and then we can move on to the next topic. Thank you.